ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുക. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയാണ്. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. തുടർന്ന് 2-ാമത്തെ വചനം ഇങ്ങനെ പറയും: അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അതെരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. പിന്നീട് നടന്ന സംഭവം നമുക്കറിയാം. കർത്താവ് മോശയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. മോശേ, മോശേ. മോശ ഓടി അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുകയാണ്. ഇതാ ഞാൻ എന്നും പറഞ്ഞ് അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഉടനെ കർത്താവ് പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഒരു വലിയ ദൈവിക സാന്നിധ്യം മോശയ്ക്ക് ദൈവം നൽകുകയാണ്. പഴയ നിയമത്തിൽ അഗ്നി എന്ന് പറയുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെയും മോശയെ തെരഞ്ഞെടുത്തിട്ട് അഗ്നിയായി കർത്താവ് വന്ന് നിൽക്കുകയാണ്. അതും ഒരു മുൾപടർപ്പിലാണ് പ്രത്യക്ഷപ്പെടുക. ആരും വലിയ വിലയൊന്നും കൊടുക്കാത്ത, ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു മുൾപടർപ്പിനെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? കർത്താവിന് വന്നു നിൽക്കാൻ, ഒന്നിരിക്കാൻ, ഒരു സിംഹാസനം ഒരുക്കാൻ മുൾപടർപ്പിനെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. മോശ അതുവരെയും അങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ദൃശ്യം മോശയ്ക്ക് ആദ്യമായിട്ടാണ്. ആടുകൾ മേയിച്ച് നടക്കുന്ന സമയത്ത് ഇതാ മുൾപടർപ്പ് കത്തി ജ്വലിക്കുന്നു, അത് എരിഞ്ഞ് ചാമ്പലാകുന്നുമില്ല. എന്തോ ഒരു പ്രത്യേകത മോശയ്ക്ക് അനുഭവപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാലോ, മരുഭൂമിയിൽ അങ്ങിങ്ങായിട്ടൊക്കെ കാണാവുന്ന ഈന്തപ്പനകൾ അല്ലെങ്കിൽ ഈ മുൾപടർപ്പ് കാര്യമായിട്ടൊന്നും പച്ചപ്പൊന്നും ഉണ്ടാകുകയല്ല. എങ്കിലും ഈന്തപ്പനകളെ ഒന്നുമല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. വലിയ രാജകീയ പ്രൗഢി തോന്നുന്ന, എല്ലാവരും ഒന്ന് നോക്കിപ്പോകുന്ന ഈ ഈന്തപ്പനകളെ ഒന്നും കർത്താവ് തിരഞ്ഞെടുക്കുന്നില്ല. മറിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, എല്ലാവരാലും തഴയപ്പെടുന്ന, ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മുൾപടർപ്പിനെ വെട്ടിക്കളയത്തേ ഉള്ളൂ. അതിനെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് അത്രയ്ക്കൊക്കെ സൗന്ദര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മുൾപടർപ്പിനെ കാര്യമായിട്ട് ആരുമേ സ്നേഹിക്കത്തില്ല. ഈ മുൾപടർപ്പിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാനേ സാധാരണ ജനം ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു മുൾപടർപ്പിനെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. എത്രയോ അധികം നല്ല പച്ചപ്പുള്ള, സൗന്ദര്യമുള്ള, കണ്ണിന് കുളിർമ നൽകുന്ന, കാണാൻ കൗതുകം തോന്നിക്കുന്ന എത്രയോ കാഴ്ചകളും ദൃശ്യങ്ങളൊക്കെ ഈ പ്രകൃതിയിലുണ്ട്. അതിനെയൊക്കെ കർത്താവിന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അതൊക്കെ വിട്ടിട്ട് എല്ലാവരാലും തഴയപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത കല്ലിടുക്ക്, പാറയിടുക്കുകളിൽ മാത്രം സ്ഥലം കണ്ടുപിടിക്കുന്ന ഈ മുൾപടർപ്പിനെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുക. ഈ മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ ദൂതൻ അഗ്നിയുടെ മധ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ അഗ്നി ഉയരുന്നു, അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്ന് നിൽക്കുകയാണ്. കർത്താവ് മനുഷ്യർ വില കൊടുക്കുന്നതിനെ അല്ല കർത്താവ് വില കൊടുക്കുക. മനുഷ്യരുടെ കാഴ്ചപ്പാടല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. കർത്താവ് തിരഞ്ഞെടുത്താൽ അതിന് കർത്താവിൻ്റെ പദ്ധതി അത് വേറെ രീതിയിലാണ്. മനുഷ്യരുടെ പദ്ധതി പോലെയല്ലല്ലോ കർത്താവിൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ മുൾപടർപ്പിന് കർത്താവ് വലിയ വില കൊടുക്കുകയാണ്. അത് തൻ്റെ സിംഹാസനത്തിൻ്റെ വില എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തനിക്ക് ഇരിപ്പിടമാകാനുള്ളൊരു വില. നമ്മുടെ ദൃഷ്ടിയിൽ അതൊന്നുമല്ലായിരിക്കാം. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എത്രയോ അത്ഭുതകരം, എത്രയോ വളരെ വിശിഷ്ടമായത്. നമുക്ക് അത്ഭുതം തോന്നുകയല്ലേ? മുൾപടർപ്പിൽ വന്നു നിൽക്കുന്ന കർത്താവിനെ കണ്ടാൽ എത്രയോ മുൾപടർപ്പിൻ്റെ അനുഭവം നമുക്കുണ്ട്. എത്രയോ തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മുൾപടർപ്പുകളുണ്ട്. ആരും അത് അറിഞ്ഞാൽ സ്നേഹിക്കുകയല്ല. ഈ മുൾപടർപ്പിനെ നമ്മൾ ആരും ചങ്കോട് ചേർത്ത് പിടിക്കുകയല്ല. പിന്നെയും കാണാൻ കൊതിയൊന്നും തോന്നുകയല്ല. മുൾപടർപ്പിനെ കണ്ടാൽ അതിങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കാനൊന്നും തോന്നുകയല്ല. അത്രയ്ക്കൊന്നും വലിയ സൗന്ദര്യമൊന്നും ഈ മുൾപടർപ്പിനില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ എത്രയോ അധികം. അതൊരു പക്ഷേ നിസ്സഹായതയുടെ മുൾപടർപ്പാവും. നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എത്രയധികം നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ?
ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആരോടും പറയാനും ഇഷ്ടമില്ല. ആരോടും നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പങ്കുവെക്കാനോ അവരുടെ സഹായം ചോദിക്കാനോ നമുക്കിട്ട് തോന്നുന്നുമില്ല. അത് പറഞ്ഞിട്ടിട്ട് കാര്യമില്ല. നിസ്സഹായതയുടെ അനുഭവങ്ങൾ എത്രയോ അധികം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എത്രയോ അധികമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ജെറമ്യായുടെ ജീവിതത്തിൽ, ബാലനായ ജെറമ്യായുടെ ജീവിതത്തിൽ ഇത് തന്നെയായിരുന്നു. ദൈവം പ്രവാചകനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജെറമ്യ കർത്താവിനോട് പറയാ, കർത്താവേ, ഒന്നും അറിയില്ല എനിക്ക്, ഞാനൊരു ബാലൻ, വെറും ഒരു പയ്യൻ, എന്നെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് കുറെ കുസൃതിത്തരം, മണ്ടത്തരം അതല്ലേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ എന്നെ ചെയ്യും, എന്നെ പറയും, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? എൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുമോ? ഉള്ളതുപോലെ പറയാണ് ജെറമ്യ പ്രവാചകൻ. കർത്താവ് പറയുന്നു, ജെറമ്യ, നീ ബാലനാന്നൊന്നും പറയണ്ട, ഞാനാ നിന്നെ തിരഞ്ഞെടുക്കുക, ഞാനാ നിന്നെ വിളിക്കുക. പിഴുതെറിയാനും നട്ടു വളർത്താനും പുതുക്കിപ്പണിയാനും ഇടിച്ചു തകർക്കാനും ഇതാ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയാണ്, അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവ് അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. അവരുടെ യെസ് നോയോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് അങ്ങ് തിരഞ്ഞെടുത്തിട്ട് കാര്യം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ജെറമ്യ. നിസ്സഹായനാണ്, ഒന്നും കൈവശമില്ല നമ്മുടെ ജെറമ്യാക്ക്. നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. കർത്താവ് ആ നിസ്സഹായതയിലേക്കൊന്നും നോക്കുന്നില്ല. അതിനെ അങ്ങ് കർത്താവ് തൻ്റെ ഇരിപ്പിടാക്കി മാറ്റിയിട്ട് കർത്താവ് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൗത്യങ്ങൾ. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, അധ്വാനത്തിൻ്റെ മേഖലകളിലൊക്കെ ഇതുപോലെ നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി, കുടുംബനാഥയാണ്, ഭാര്യയാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നല്ല ശമ്പളമുണ്ട്, 1 ലക്ഷം രൂപയുടെ അടുത്ത് നല്ല ശമ്പളമുണ്ട്, വീട്ടിലെ 2 മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എല്ലാം ഉണ്ട്, പക്ഷേ ഭർത്താവിന് വിശ്വാസമില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ, ഒരു ഞായറാഴ്ച ബലി അർപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കുമ്പസാരിക്കാൻ, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ, അത് പറഞ്ഞാൽ അതിന് മാത്രം എൻ്റെ ഭർത്താവ് അടുക്കുകയല്ല. വേറെ എന്ത് പറഞ്ഞാലും ഓക്കെ, വേറെ എന്തിനും 100 മാർക്ക് കൊടുക്കാൻ പറ്റും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി എന്നെ സ്നേഹിക്കാൻ, മക്കളെ നോക്കാൻ, അവരെ കരുതാൻ, അതിനൊക്കെ 100 മാർക്ക് എന്തിനു വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വന്നാൽ 0 മാർക്ക്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എങ്ങനെ പറഞ്ഞാലും ഈ ഭർത്താവിനെ ഒന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് ഈ സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നിസ്സഹായമായിട്ട് നിൽക്കേണ്ടി വരികയാണ്. എത്രയൊക്കെ സ്വാധീനിക്കാൻ നോക്കിയിട്ടും, എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ അധ്വാനങ്ങൾ മുഴുവൻ വൃഥാവിലാവുകയാണ്. ഈ സഹോദരിയുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ ഒന്നേ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ, ഇതിനെ കർത്താവ് കാണും. ഈ നിസ്സഹായ അവസ്ഥ കർത്താവ് വരും, കർത്താവ് കാണും. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ദൈവവിശ്വാസത്തിലേക്ക് നയിക്കാൻ കർത്താവെ കൃപ തരണമെന്ന് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓർക്കുന്നു, നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ. അവിടുന്ന് വലിയ വിളിയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. പേര് ചൊല്ലി വിളിക്കൂട്ടോ. മോശെ 2 പ്രാവശ്യം വിളിച്ചില്ലേ? മേരി, ലിസി, ആൻ്റണി, ജെയിംസെ വിളിക്കും കർത്താവ്. കൃത്യമായിട്ട് പേര് കർത്താവിനറിയാം. ആരോടും ചോദിക്കൊന്നും വേണ്ട, അവൻ്റെ പേരെന്നാ, അവളുടെ പേരെന്നാ, കർത്താവിനറിയാന്നേ. കർത്താവ് വിളിക്കും. എന്തിനാണെന്നറിയോ? വലിയ ദൗത്യം ഏൽപ്പിച്ചു തരാൻ. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ കർത്താവ് തിരഞ്ഞെടുത്തതുപോലെ, മുൾപടർപ്പിൽ വന്ന് തിരഞ്ഞെടുത്തതുപോലെ, നിന്റെ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ നിന്നെ തിരഞ്ഞെടുക്കാൻ, ദൗത്യമേൽപ്പിക്കാൻ കർത്താവ് നിൻ്റെ അരികിലേക്ക് വരുന്ന സമയമാണ്. വേറൊരു സഹോദരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം 33 വയസ്സ് പ്രായമായി, മൂത്ത മകനാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ജോലിയുണ്ട്, കുടുംബത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നു. വിവാഹം കഴിക്കാൻ 26 വയസ്സായപ്പോൾ തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയതാണ്. ഇത്രയും വർഷമായിട്ടും വിവാഹം നടന്നിട്ടില്ല. മടുത്തു, തുന്നം പാടി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാം, എൻ്റെ സിസ്റ്റർ, ഇനി കാണാത്ത പെൺകുട്ടികളില്ല, കണ്ട് മടുത്തു, ഒറ്റ കാര്യവും ശരിയാകുകയില്ല. ഇപ്പം ഞാൻ അതൊക്കെ വിട്ടിട്ട്, കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വിട്ടിട്ട്, വചനപ്രഘോഷണ മേഖലയിൽ അവിടെ അടുത്തുള്ള ധ്യാന സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്യാൻ പോവാൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിരുന്നു ഇത്രയും നാൾ ഇരുന്നിരുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് 1 മണിക്കൂർ വചനം പറയാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ, പ്രത്യേകം പ്രാർത്ഥിക്കണം. സന്തോഷമാണ് മനസ്സിൽ. വിവാഹം നടന്നില്ലല്ലോ എന്നുള്ള വേദനയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചു. എൻ്റെ കർത്താവിന് വേണ്ടി ഉള്ള കാലം ജീവിക്കണം എന്നുള്ള വലിയൊരു ദാഹവും ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനാണ്, സന്തോഷമുള്ളവനാണ്. ഈ സഹോദരൻ്റെ വാക്കുകൾ ഞാൻ എന്നും നന്ദിയോടെ ഓർക്കാറുണ്ട് കർത്താവിൻ്റെ മുൻപിൽ. കാരണം നിസ്സഹായരായിട്ടൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ, ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാ അധ്വാനവും കാഴ്ചവെച്ചിട്ടും, ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ടും, കഠിന അധ്വാനത്തോടെ പരിശ്രമിച്ചിട്ടും ഒന്നും നേടാൻ പറ്റാതെ നിസ്സഹായരായിട്ടൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ, ആ മുൾപടർപ്പിനെ കർത്താവ് തൻ്റെ സിംഹാസനമാക്കി മാറ്റും. സംശയിക്കണ്ട കേട്ടോ,
സംശയിക്കേണ്ട, അല്പം പോലും പുറകിലേക്ക് നീ പിന്തിരിഞ്ഞു പോകല്ലേ. ഏത് സമയത്താ കർത്താവ് നിന്നെ വിളിക്കുക എന്നറിയത്തില്ല. ഈ മുൾപടർപ്പിനെ എപ്പോഴാണ് തൻ്റെ സിംഹാസനമാക്കുക എന്ന് നമുക്കറിയത്തില്ല. അഗ്നിയുടെ ഈ രൂപത്തിൽ അവൻ വരും. എന്തിനാണെന്നറിയോ? നമ്മളെ അഗ്നിയാക്കി മാറ്റാൻ. അവൻ അഗ്നിയായിട്ട് നിന്റെ അരികിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അഗ്നിയുടെ രൂപത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ നിന്നെ അഗ്നിയാക്കി മാറ്റാനാണ്. നിന്റെ കൂടെയുള്ളവരെ അഗ്നിയുടെ അനുഭവത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നിന്റെ സമീപത്തേക്ക് വരുന്നവരൊക്കെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ മുൾപടർപ്പാവും. സഹിച്ചും മടുത്തു പറയാറില്ലേ? എത്രയധികം വേദനയാണ് മനസ്സിലുള്ളത്. എത്രയധികം ആരോടെങ്കിലും പറയാൻ ഇഷ്ടപ്പെടുവോ? ആരും അറിയരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവണത് ക്യാൻസർ രോഗമാണെങ്കിൽ പോലും ആരെയും അറിയിക്കേണ്ട. മരിക്കണ സമയം വരെയും രോഗാവസ്ഥയൊക്കെ ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒതുക്കി വെക്കുന്ന അനുഭവങ്ങളുള്ളവർ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ തകർച്ചകളിലൂടെ കടന്നു പോയിട്ടും ഒരു വാക്കുപോലും ആരോടും പറയാതെ മനസ്സിലിങ്ങനെ കടിച്ചൊതുക്കി നടക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. സഹനങ്ങളുടെ വലിയൊരു സമുദ്രത്തിൽ തന്നെയാണ് അവർ കഴിയുക എന്ന് വേണമെങ്കിൽ പറയാം. കരഞ്ഞ് കണ്ണുനീരൊക്കെ വറ്റിപ്പോയി. കൈകളൊന്നും ഉയർത്താൻ പറ്റാതെയായി. പ്രാർത്ഥിച്ചിട്ട് ഇനി പ്രാർത്ഥനയ്ക്കൊന്നൊരു ഫലമില്ല എന്ന് പോലെ, നിരാശ പോലെ തോന്നാൻ തുടങ്ങി. എത്രയോ അധികം സഹിക്കുന്ന എത്രയോ മക്കൾ. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ 5-6 കോടി രൂപയുടെ കടബാധ്യതയാണ്. എങ്ങനെ കടബാധ്യതയിലേക്ക് വന്നു അറിയത്തില്ല. മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിട്ടില്ല, ഒരു 5 രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് വഞ്ചിച്ചെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ നഷ്ടം വന്നു, കടബാധ്യതയിലായി അറിയില്ല. എനിക്ക് വേദനയുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. 5-6 കോടി രൂപ. ഞാൻ ചോദിച്ചു, എങ്ങനെ വീട്ടു ഈ കാര്യം? ഉടനെ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അതും എനിക്കറിയത്തില്ല. എങ്ങനെ വീട്ടും? ഒരു ആസ്തിയില്ല കയ്യിൽ. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചെയ്താലോ? അങ്ങനൊന്നും പ്ലാൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. നിരാശനാണ്. ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടു, ഈ സഹോദരൻ മുഴുവൻ വിശ്രമ സമയങ്ങളിലും 2 കൈയും വിരിച്ചു പിടിച്ച് കണ്ണ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നൊരനുഭവം. മുഴുവൻ സമയം വിശ്രമ സമയമാണോ ഈ സഹോദരനെ കാണാൻ മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഇനി ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, സകല പിടുത്തവും വിട്ടു, ഇനി ആരിലും ആശ്രയിച്ചിട്ട് കാര്യമില്ല, കണ്ണുനീരിൻ്റെ കയത്തിൽ ഇതാ മുങ്ങിത്താണ്, ഇതാ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തി തരണേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ. എത്രയോ ജീവിതങ്ങൾ നിൻ്റെ സഹനത്തിൻ്റെ, നിൻ്റെ കണ്ണുനീരിൻ്റെ മുൾപടർപ്പുകളിൽ കർത്താവ് അടുത്തേക്ക് വരും കേട്ടോ. കർത്താവ് അടുത്തേക്ക് വരും. നിന്റെ കണ്ണുനീര് സിംഹാസനമാക്കി മാറ്റും കർത്താവ്. വിശ്വസിക്കണം. തളർന്നു പോകല്ല, തകർന്നു പോകല്ല, നിരാശപ്പെട്ട് ഇനി ജീവിക്കേണ്ടെന്ന് പോലും തോന്നിയേക്കല്ല. ആത്മഹത്യയെക്കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, മറിച്ച് നിന്റെ ദൈവം നിന്നെ വിളിക്കുന്ന ഒരു സ്വരം. ആ സമയം മോശേ വിളിച്ചില്ലേ? ആ ഒരു സ്വരത്തിന് വേണ്ടി കാതോർക്കാൻ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. കാത്തിരിക്കുക. ദൈവം ഇടപെടാതിരിക്കുകയല്ല, ദൈവം വിളിക്കാതിരിക്കുകയല്ല. ഈ മുൾപടർപ്പ്, ഈ കണ്ണുനീരാകുന്ന മുൾപടർപ്പിനെ സിംഹാസനമാക്കാൻ കർത്താവിന് അധികം സമയം വേണ്ടാട്ടോ. ലാസറിൻ്റെ മരണത്തിൽ ഓർത്തു നോക്കിയേ, സഹോദരിമാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസമാണ് കണ്ണുനീര്. എത്രയാ കരഞ്ഞത്? കരഞ്ഞ് വീട്ടിലും നാട്ടിലൊക്കെ ഉള്ളവർ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ പോകാൻ തുടങ്ങി. 4 ദിവസമായില്ലേ, എല്ലാവരും പോയിട്ടുണ്ടാവും. നമ്മുടെ മർത്തായും മറിയവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കരയാണ്. ഓർക്കും തോറും എന്നാലും സഹോദരൻ പോയില്ലേ, ഇനി അവനെ കാണത്തില്ലല്ലോ, ഇനി അവനോട് മിണ്ടത്തില്ലല്ലോ, ഇനി അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ലല്ലോ, ആ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. വേദനയാണ്, കണ്ണുനീരാണ്. 4 ദിവസത്തെ കണ്ണുനീര്. ഇതാ കർത്താവ് അവരുടെ വീട്ടിലേക്ക് വരികയാണ്, അന്വേഷിച്ച് വരികയാണ്. എന്തേ മർത്ത, എന്തേ മറിയം? അന്വേഷിച്ചില്ലേ? മർത്ത ആദ്യം ചെന്നു, കാണാതെ ഇപ്പം മറിയത്തെ വിളിക്കാൻ പറഞ്ഞു കർത്താവ്. മറിയത്തെ കണ്ടില്ലല്ലോ, ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. എവിടെയാ അവള്? മറിയം. അറിയാം ഈശോയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് അറിയായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരും വന്നിട്ട് കർത്താവിനോട് സംസാരിക്കുന്നു. അവിടെയുള്ള എല്ലാവരും കരയാണ്. കാരണം ഇവരുടെ കരച്ചിൽ അതുപോലെയാണ്. കൂടെയുള്ളവരെ പോലും കരയിപ്പിക്കും, കാണുന്നവരെ പോലും കരയിപ്പിക്കും. അത്രയും കരച്ചിൽ കർത്താവിനെ പോലും കരയിച്ചു. അതിലും വലിയതാണോ? അത്രയധികം കരഞ്ഞ ആ സമയത്ത് ഇതാ കർത്താവ് ആ കണ്ണുനീരാകുന്ന മുൾപടർപ്പിൽ വന്നു നിന്നിട്ട് ലാസറിന് പുതിയ ജീവൻ കൊടുക്കുകയാണ്. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുകയാണ് കർത്താവ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുപോലെ? കർത്താവല്ലാതെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിൻ്റെ കണ്ണുനീര്, നിൻ്റെ സഹനം, നിൻ്റെ നൊമ്പരം, അതിനെ കർത്താവ് തൻ്റെ സിംഹാസനമാക്കി മാറ്റും, മുൾപടർപ്പാക്കി മാറ്റും. ആരും അറിയണ്ട, നാട്ടുകാരൊന്നും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വീട്ടുകാരും അറിയണ്ട, ജീവിത പങ്കാളി പോലും അറിയണ്ടെന്ന് നിർബന്ധവും ഇല്ലയെന്ന്. കർത്താവ് കണ്ടാൽ മതി. കർത്താവ് കാണണം, പക്ഷേ കർത്താവ് അറിയണം. പക്ഷേ നിൻ്റെ ജീവിതത്തിൻ്റെ നെരിപ്പോടുകളും നിൻ്റെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും കർത്താവ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പ് അങ്ങ്
വന്ന് ഈ സ്ഥലത്ത് അതിനെ അഗ്നിയാക്കി മാറ്റി അഗ്നിയുടെ മധ്യത്തിൽ കർത്താവ് വന്ന് നിൽക്കാൻ, സംസാരിക്കാൻ. ഞാൻ നിൻ്റെ ദൈവമാകട്ടോ, അബ്രഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. ഞാൻ നിൻ്റെ ദൈവമാണ്, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, നിൻ്റെ കൂടെയുള്ള ദൈവം. സഹോദരങ്ങളെ, കർത്താവ് കൈവിടുമോ? കർത്താവിനെ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? കർത്താവ് വരും നിൻ്റെ അടുത്തേക്ക്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അങ്ങ് നോക്കി കാണുന്നത് വരെയും എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. അത് നിലയ്ക്കുകയില്ല, കണ്ണുനീര് നിലയ്ക്കുകയല്ല. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെയും ഈ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ, ഈ കണ്ണുനീരൊക്കെ അങ്ങ് സ്വീകരിക്കണം. അങ്ങ് വന്നു നിൽക്കുന്ന, അങ്ങ് സംസാരിക്കുന്ന, അങ്ങയുടെ സ്വരം കേൾക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരു സിംഹാസനമാക്കി ഈ കണ്ണുനീരിനെ മാറ്റണേന്ന്, ഈ വേദനകളെ മാറ്റണേന്ന്, പരാജയങ്ങളെ മാറ്റണേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിനോട് തന്നെ പറയണം, കർത്താവേ, ഒരു തുള്ളി കണ്ണുനീരും നീ കാണാതെ പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു നെടുവീർപ്പും നീ അറിയാതെ പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. മറ്റു ഒരു തരത്തിൽ ചിന്തിച്ചാൽ, ജീവിതത്തിൽ പ്രലോഭനങ്ങളുടെ മുൾപ്പടർപ്പ് അത് വല്ലാതെ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടാവും. പല രീതിയിൽ നമ്മളെ ശല്യപ്പെടുത്തും പ്രലോഭനങ്ങൾ. ഒരല്പം മദ്യം, ഒരു സിഗരറ്റ്, അല്ലെങ്കിൽ ഒരല്പം ചീത്ത ഫിലിംസ്, അല്ലെങ്കിൽ ഒരല്പസമയം അലസമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇച്ചിരി കുറ്റം പറയാൻ, അങ്ങനെ പല രീതിയിൽ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് മറ്റുള്ളവരുടെ സ്വാധീന വലയത്തിലകപ്പെട്ട് നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുപാടാണ്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് അത്തരം മേഖലകളിൽ വീഴ്ത്താൻ നമ്മളെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ വരും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും, കർത്താവെ, നിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ അതെത്രയോ ഭാഗ്യമാണ്. പ്രലോഭനങ്ങളാകുന്ന മുൾപ്പടർപ്പിലാണ് നീ കഴിയണതെങ്കിൽ ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ കാണാൻ നിനക്ക് എളുപ്പമാകട്ടോ, നിനക്ക് എളുപ്പമാണ്. മുൾപ്പടർപ്പിനുള്ളിൽ കർത്താവ് വരും. പ്രലോഭനങ്ങളാകുന്ന മുൾപ്പടർപ്പിൽ. വിശുദ്ധ ബെർണാർഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വളരെ നല്ലൊരു വിശുദ്ധനാണ്. ഒരുപാട് ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിച്ച, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം ചെയ്ത ഒരു മഹാവിശുദ്ധൻ. ഈ വിശുദ്ധ ബെർണാർഡിൻ്റെ ജീവിതത്തിൽ ജഡിക ആസക്തികൾ ഇങ്ങോട്ട് തല പൊക്കിയപ്പോൾ വല്ലാത്ത വിധത്തിൽ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയർന്നു വന്നപ്പോൾ വിശുദ്ധ ബെർണാർഡ് വല്ലാതെ വിഷമിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാ ചെയ്തെന്നറിയോ? ഇദ്ദേഹം സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്, തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകളുള്ള ജലാശയത്തിൽ പോയി മുങ്ങിക്കിടക്കുക. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നമല്ലേ. പുറമേ നിന്നുള്ള ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനമൊക്കെ നമ്മളെ സഹായിച്ചു എന്ന് വരും. പക്ഷേ ഈ വിശുദ്ധ ബെർണാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ഈ ചിന്തകളെ, ഈ ആസക്തികളെ, ഈ പാപചിന്തകളെയൊക്കെ ഒന്ന് വെറുത്തുപേക്ഷിക്കാൻ, അതിൻ്റെ മേലെ ഒന്ന് ചവിട്ടി നിൽക്കാൻ വിശുദ്ധ ബെർണാർഡ് കണ്ടുപിടിച്ച വഴിയായിരുന്നു ജലാശയത്തിൽ, മഞ്ഞുകട്ടകൾ ഉറഞ്ഞു കിടക്കുന്ന ജലാശയത്തിൽ മുങ്ങിക്കിടക്കുക. അവിടെ കിടക്കുക, തണുത്തുറഞ്ഞ വെള്ളത്തിൽ. ഒന്ന് ഓർത്ത് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര വിഷമിച്ചിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനെ അതിജീവിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതാ അടുത്ത പ്രലോഭനം. ഒരു സ്ത്രീ, ചീത്ത രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീ വിവസ്ത്രയായിട്ട് വരികയാണ് ബെർണാർഡിൻ്റെ മുറിയിലേക്ക്. ബെർണാർഡ് എങ്ങനെയാണോ ഓടി രക്ഷപ്പെട്ടതെന്ന് അറിയത്തില്ല, ജീവനും കൊണ്ട് ഓടിയെന്നാണ് പറയണത്. ആ ഭാഗത്തെങ്ങും നിന്നില്ല. അവിടെ ഒരു കാരണവശാലും പിന്നെ അവിടെ ആർക്കും അന്വേഷിച്ചാൽ കാണാൻ പറ്റില്ല. അതുപോലെ ഓടിപ്പോയെന്നാണ് പറയണത്. പ്രലോഭനങ്ങൾ വരുമ്പോൾ ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാൻ, ഈ പ്രലോഭനങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നുകരാൻ, ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്താൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒരു വലിയ ബന്ധം കർത്താവുമായിട്ട് വേണം. കർത്താവിലുള്ളൊരു ശരണപ്പെടൽ, കർത്താവിലുള്ള ഒരു വലിയ ആശ്രയിക്കൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണം. എത്രയോ വിശുദ്ധർ ഓർത്തോക്കിയെ വലിയ അവരുടെ ജീവിതത്തിലൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ അവർ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് അതിജീവിക്കാൻ മുള്ളിലൊക്കെ കിടന്നു ഉരുണ്ടിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഓർക്കുന്നില്ലേ? മുള്ളിൽ കിടന്നു ഉരുണ്ടു എന്നാണ് പറയണത്. അതിനൊന്ന് അതിജീവിക്കാൻ എക്സസൈസായിട്ട് ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. വലിയ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ചെയ്തതാണ്. എത്രയോ വിശുദ്ധർ ശരീരത്തിൽ മുള്ളറിഞ്ഞാണൊക്കെ ധരിക്കുമായിരുന്നു.
എത്രയോ വിശുദ്ധർ ചാട്ട കൊണ്ടൊക്കെ ശരീരത്തെ അവർ കീഴ്പ്പെടുത്തുമായിരുന്നു, ചാട്ട കൊണ്ട് അടിക്കുമായിരുന്നു. ചിലരൊക്കെ തലയിൽ മുള്ളൊക്കെ ധരിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ മുള്ളിങ്ങനെ കുത്തുമ്പോൾ വേദന. ചിലർ കിടക്കുന്ന കട്ടിലേൽ മെറ്റൽ വിരിച്ചിട്ട് അതിലേൽ കിടക്കുമായിരുന്നു. ചിലർ മരപ്പലക അതിൽ മാത്രം കിടക്കുമായിരുന്നു. എത്രയോ രീതികളിൽ ആരെയും പുറം ലോകത്തെ അറിയിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ സംഘടനകളെയും പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ ഒരുപാട് പരിശ്രമിച്ച വിശുദ്ധർ അവരൊക്കെ കണ്ടുമുട്ടി ദൈവത്തെ. അവരൊക്കെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറി. അവരൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പുള്ള, കർത്താവ് കയ്യൊപ്പിട്ട, സൈൻ ചെയ്ത് കൊടുത്ത ആ സിഗ്നേച്ചർ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ടവരായിട്ട് മാറി. എങ്ങനെയാണെന്നറിയോ? പ്രലോഭനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർക്കതിനെ അതിജീവിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവരെ സഹായിച്ചു. ഒരുപാട് പ്രിയമുള്ള സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. മറ്റുള്ളവർ ഇതിനൊക്കെ വേറെ രീതിയിൽ കാണുമ്പോൾ അതിനെ തള്ളി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയാണ്. ദൈവമേ, നിൻ്റെ നിറഞ്ഞ സാന്നിധ്യവും നിൻ്റെ നിറഞ്ഞ ശക്തിയും ഞങ്ങൾക്ക് കൂടിയേ പറ്റൂ. സ്വന്തം ശക്തി കൊണ്ട് ഞങ്ങൾക്കിതിനെ അതിജീവിക്കാൻ സാധ്യമല്ല, ഞങ്ങളെ സഹായിക്കണം. ഈ മുൾപടർപ്പ്, പ്രലോഭനങ്ങളാകുന്ന മുൾപടർപ്പ് കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നീ ഉറപ്പിച്ചോ, ഈ മുൾപടർപ്പിൽ കർത്താവ് തൻ്റെ സാന്നിധ്യം തരും. കർത്താവ് വന്ന് നിൽക്കും, ശക്തിയായിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് പറയും, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? വേദനിക്കുന്ന അനേകരെ രക്ഷിക്കാൻ, തളർന്നു പോകുന്ന അനേക കരങ്ങൾക്ക് ബലം കൊടുക്കാൻ, വീണു പോകുന്ന അനേക ജീവിതങ്ങളെ ഉയർത്താൻ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുകയാണ്. നിന്നെ ഞാൻ പൊതിഞ്ഞു പിടിക്കുകയാണ്. കുഞ്ഞെ, തളർന്നു പോകല്ല. നിസ്സഹായതയുടെ, സഹനത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, പ്രലോഭനങ്ങളുടെയൊക്കെ മുൾപടർപ്പിൻ്റെ ഇടയിലാണ് നീ കഴിയണതെങ്കിലും നിരാശ വേണ്ടാട്ടോ. ഈ മുൾപടർപ്പിൽ അവൻ അഗ്നിയായിട്ട് വരും. ഈ മുൾപടർപ്പിനുള്ളിൽ അവൻ അഗ്നിയായിട്ട് വരും. ഈ അഗ്നിക്കുള്ളിൽ കർത്താവിൻ്റെ ദൂതനുണ്ട്. ഈ അഗ്നിയുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ എന്തിനു തളരണം? നമ്മൾ എന്തിനിങ്ങനെ അസ്വസ്ഥരാകണം? കർത്താവ് നയിക്കട്ടെ. കർത്താവിൻ്റെ പദ്ധതി നിറവേറട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. നമുക്ക് വിശ്വസിക്കാം, കർത്താവ് എന്നെ വഴി നടത്തുമെന്ന്. അഗ്നിയായി വന്നവൻ എന്നെ അഗ്നിയായി മാറ്റും. എൻ്റെ കൂടെയുള്ളവരെയും അഗ്നിയാക്കി മാറ്റും. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരെയും. നമുക്കത് ആഗ്രഹിക്കാം, നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനാ നിരതരാകാം. കർത്താവെ, പലപ്പോഴും നിസ്സഹായയായി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ നിന്നുപോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും സഹായിക്കാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു തരാൻ ആരുമില്ലല്ലോ എന്ന് വേദനിച്ച, തളർന്നു പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ദൈവമേ, ഈ അവസരങ്ങളിലൊക്കെ അഗ്നി ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ അഗ്നിയിൽ നിന്നെ കാണാൻ എന്നെ പഠിപ്പിക്കണം ഈശോയെ. ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ മുൾപടർപ്പ് എരിഞ്ഞുകൊണ്ടേയിരുന്നുവെങ്കിലും അത് കത്തിച്ചാമ്പലായില്ല. ഒരു വലിയ അടയാളമായിരുന്നുവല്ലോ അത്. എൻ്റെ ജീവിതത്തിലും കർത്താവേ, ഇതുപോലെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും തരണമേ. വിശ്വാസത്തിൽ വളർത്തിത്തരണേ. വിശ്വാസത്തിൽ എന്നെ ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.